അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അലീനയ്ക്ക് നല്ല തലവേദന തോന്നുന്നുണ്ട് കേട്ടോ. ബാം അന്വേഷിച്ച് അലീന കൃഷ്ണമോളുടെ അടുത്ത് എത്തുന്നുണ്ട്. ബാമില്ലല്ലോ ചേച്ചി, വിക്സ് മതിയോ എന്ന് ചോദിച്ച് നമ്മുടെ കൃഷ്ണമോള് വിക്സ് തപ്പാൻ പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ബബിത കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ബബിത തന്നെ തൻ്റെ മുറിയിൽ നിന്ന് ബാം എടുത്ത് അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട്. ബാമ്പ് വേണേ എന്നോട് ചോദിച്ചാൽ പോരെ എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് കേട്ടോ ബബിത. അലീനയാണെങ്കിൽ അത് വേഗം വാങ്ങിച്ച് നെറ്റിൽ പുരട്ടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട്, കൈ തന്നെ വെച്ചോ, ഇനി ആവശ്യം വന്നാലോ. ഇതെല്ലാം പുറമേക്ക് ദേഷ്യത്തോടെയാണ് കേട്ടോ ബബിത പറയുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അലീനോടുള്ള കൺസേൺ ആണ്. അതാരും തിരിച്ചറിയുന്നത് ബബിതയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ ബബിത തിരിച്ച് മുറിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അലീനയ്ക്ക് നല്ല മൂക്കടപ്പും പനിയും ഒക്കെ ഉണ്ട്. എന്നാലും അതൊന്നും വകവയ്ക്കാതെ അലീന തൻ്റെ സ്ഥിരം പണികളിലേക്ക് മുഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുടക്കോലും ബക്കറ്റുമായി ബബിതയുടെ മുറി വൃത്തിയാക്കാനായി അലീന ചെല്ലുന്നുണ്ട്. ഇത് കണ്ടതും ബബിത അലീനോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ തുടയ്ക്കാനായിട്ട്. അപ്പം അലീന പറയുന്നുണ്ട്, ഈ മുറി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് വന്നതാ, ഞാൻ വേഗം തുടച്ചിട്ട് പോയിക്കോളാം. അപ്പം ബബിത പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ആ ബക്കറ്റും തുടക്കോലൊക്കെ അവിടെ വെച്ചേക്ക്, ഞാൻ തന്നെ തുടച്ചോളാം, ഇവിടെ നിന്ന് പോയി തന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് അലീനെ മുറിയിൽ നിന്ന് ഓടിക്കുന്നുണ്ട് കേട്ടോ ബബിത. ബബിത ഇതെല്ലാം ദേഷ്യത്തോടെയാണ് പറയുന്നതെങ്കിലും അലീനയ്ക്ക് തീരെ വയ്യാന്ന് മനസ്സിലായതുകൊണ്ട് അലീനയെ കൊണ്ട് പണിയെടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബബിത ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അലീന പോയ ശേഷം ബബിത തന്നെ റൂം വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അലീന വീണ്ടും ബബിതയുടെ റൂമിലോട്ട് വരുന്നുണ്ട്. മുഷിച്ച തുണികളൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ വരുന്നത്. അലീന തുണികൾ എടുക്കുന്നത് കണ്ടിട്ട് ബബിത ചോദിക്കുന്നുണ്ട്, എന്തിനാ എൻ്റെ തുണികളൊക്കെ എടുക്കുന്നത്? അലക്കാനാണെന്ന് അലീന മറുപടിയും പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ തുണികളൊന്നും എടുക്കണ്ട, അത് ഞാൻ തന്നെ വാഷ് ചെയ്തിട്ടോളാം. അല്പം ദേഷ്യത്തോടെ തന്നെയാണ് കേട്ടോ ബബിത അങ്ങനെ പറയുന്നത്. അത് കേട്ട് അലീനയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാ ബബിത ഇങ്ങനൊരു കാര്യം പറയുന്നത്. ബബിത വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന നേരെ കൃഷ്ണമോളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണമോളോട് തുണികൾ വാഷ് ചെയ്യാൻ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ സാധാരണ പോലെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. അത് കണ്ടുകൊണ്ട് ബബിത അങ്ങോട്ട് കയറി വരുന്നുണ്ട്. നീ എന്തിനാ നിന്റെ തുണികളൊക്കെ വാഷ് ചെയ്യാൻ കൊടുക്കുന്നേ? നിനക്ക് കൈയും കാലുമില്ലേ? നിന്റെ ഡ്രസ്സുകൾ നിനക്കെന്നെ വാഷ് ചെയ്തിട്ടൂടെ? ബബിത അങ്ങനെ പറയുന്ന കേട്ട് കൃഷ്ണമോളാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവനവൻ്റെ തുണികൾ അവനവൻ തന്നെ കഴുകണം, അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കല്ല വേണ്ടത്. ബബിത ഇങ്ങനെയൊക്കെ പറയുന്നത് ദേഷ്യത്തിൻ്റെ സ്വരത്തിലാണെങ്കിലും കൃഷ്ണമോൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അലീനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ബബിത എങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നതെന്ന്. പക്ഷെ അലീന വിചാരിക്കുന്നത് ബബിതയ്ക്ക് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ലെന്നാ. അത് കഴിഞ്ഞ് കിച്ചണിൽ വെച്ച് നമ്മുടെ കൃഷ്ണമോള് ബബിതയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യേണ്ടെന്ന് പറയാൻ ചേച്ചിക്ക് എന്താ അധികാരം? അപ്പോൾ ബബിത തിരിച്ച് പറയുന്നുണ്ട്, നിനക്കെന്താ നിന്റെ ഡ്രസ്സുകളൊക്കെ നലക്കിയാൽ അതിന് വേറെ ആൾ വേണോ? എന്നാ ഇനി മുതൽ അത് പറ്റില്ല. നിന്റെ ഡ്രസ്സുകൾ നീ തന്നെ വാഷ് ചെയ്യണം, നിന്റെ റൂം നീ തന്നെ ക്ലീൻ ചെയ്യണം. ഇനി മുതൽ ഇവിടെ ഒരു വേലക്കാരിയില്ല, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം, മനസ്സിലായല്ലോ? അങ്ങനെ പറഞ്ഞ് ബബിത പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ അലീന മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ബബിത പോയതിന് ശേഷം കൃഷ്ണമോൾ അലീനയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി കേട്ടായിരുന്നോ ബബിതേച്ചിയുടെ ഓരോ ഉത്തരവുകൾ? ഇപ്പം ബബിതേച്ചിക്ക് അലീനേച്ചിയോട് ഭയങ്കര സ്നേഹവും സിമ്പതിയൊക്കെയാണ്. ഇതൊക്കെ എവിടെയായിരുന്നാവോ ഇത്രയും കാലം? സത്യം പറഞ്ഞാൽ ബബിതേച്ചിക്ക് ഇപ്പോൾ അലീന ചേച്ചിയോട് കൂട്ടുകൂടിയേ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം ചീത്ത വിളിച്ച് നടന്നതല്ലേ, അതിൻ്റെ ഒരു ചളിപ്പുണ്ട്. ദേഷ്യത്തിൽ സംസാരിച്ചാൽ ഇവിടെ ആർക്കും കാര്യം മനസ്സിലാവില്ല എന്ന വിചാരം. പൊട്ടത്തി. ഇതൊക്കെ കേട്ട് അലീനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. ഒപ്പം ചിരിക്കുന്നുമുണ്ട്. അത് കണ്ട് കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ കരയാണോ അതോ ചിരിക്കാണോ? ആ കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലോ. പോടി അവിടെ നിന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന പോകുന്നുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ബബിത പോയി തുണികളൊക്കെ വാഷ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കൃഷ്ണമോളോട് ബബിത പറയുന്നുണ്ട്, നിന്റെ എച്ചിൽ പാത്രങ്ങളൊക്കെ ഇനി നീ തന്നെ കഴുകണം, അതിന് വേറെ ആരും വരില്ല. അതും പറഞ്ഞ് രോഹിത്തിൻ്റെ പ്ലേറ്റും എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ബബിത മുറിയിലേക്ക് പോകുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും അലീനയ്ക്ക് തീരെ വയ്യാതെയായിട്ടോ. എന്നാലും അലീന വീട്ടിൽ ഓരോ പണികളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അതും കണ്ടുകൊണ്ട് നമ്മുടെ ബബിത വരുന്നുണ്ട്. വന്ന ഉടനെ അലീനനെ കുറേ ശകാരിക്കുന്നുണ്ട് കേട്ടോ. സുഖമില്ലെങ്കിൽ ഒരിടത്ത് പോയി കിടക്കണം, ഇതാരെ കാണിക്കാനാ ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്? അത് കേട്ടതും അലീന ഒന്നും മിണ്ടാതെ മുറിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ദേഷ്യത്തിലാണ് ബബിത പറയുന്നതെന്നുണ്ടെങ്കിലും അത് കേട്ടപ്പോൾ അലീന മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് കരുതി അലീന മുറിയിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, അപ്പോഴേക്കും മയങ്ങി പോകുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരോ നെറ്റിൽ തൊട്ട പോലെ അലീനയ്ക്ക് തോന്നിയിട്ടോ. അങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ബബിതയാണ്. അത് കണ്ടതും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. ബബിതയുടെ ഭാഗത്തുനിന്നും ഇങ്ങനൊരു മാറ്റം അലീന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു സൗഭാഗ്യം പോലെയാണ് അലീനയ്ക്ക് അത് തോന്നിയത്. അങ്ങനെ ബബിത പെട്ടെന്ന് ഫോണെടുത്ത് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ, രോഹിയേട്ടനെ നോക്കിയ ഡോക്ടറില്ലേ, അദ്ദേഹത്തെ ഒന്നിങ്ങോട്ട് അയക്കുമോ?
അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്താ രോഹിത്തിന് വീണ്ടും വയ്യാതായോ? അപ്പം ബബിത പറയുന്നുണ്ട്, രോഹിയേട്ടനല്ല, അച്ഛൻ്റെ പുന്നാര മോൾക്കാ. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആർക്ക്? കൃഷ്ണമോൾക്കോ? ഇത് കേട്ട് ബബിത പറയുന്നുണ്ട്, കൃഷ്ണമോളും ഞാനൊക്കെ സെക്കൻഡറി അല്ലേ, അച്ഛൻ്റെ പുന്നാര മോള് വേറെ ആളുണ്ടല്ലോ, ആളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അച്ഛന് പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി വിളിച്ചോളാം. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഞാൻ തന്നെ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, ഡോക്ടറൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ തീരുന്നതേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. രോഗിയല്ല മരുന്ന് നിശ്ചയിക്കുന്നത്, അതിന് ഡോക്ടറുണ്ട്. മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങി കിടന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ബാലേന്ദ്രൻ ഡോക്ടറെയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനെ പരിശോധിച്ച് ഡോക്ടർ ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊരു വൈറൽ ഫീവറാ, പകരാൻ സാധ്യതയുണ്ട്, സാരില്ല, പെട്ടെന്ന് മാറിക്കോളും, റെസ്റ്റ് എടുത്താൽ മതി. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ ഡോക്ടറെ കൊണ്ടാക്കാനായിട്ട് പുറകെ പോകുന്നുമുണ്ട്. തിരിച്ചു വരുമ്പോൾ കാണുന്നത് അലീനയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ബബിതയും കൃഷ്ണമോളെയും രോഹിത്തിനെയാണ് കേട്ടോ. രോഹിത്താണെങ്കിൽ തൻ്റെ 4 മക്കളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ച. ആ കാഴ്ച ബാലേന്ദ്രൻ്റെ കണ്ണും മനസ്സും ഒക്കെ നിറച്ചു കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ബൈസ്റ്റാൻഡറായി നിൽക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് വയ്യാണ്ടായപ്പോൾ 3 ബൈസ്റ്റാൻഡർമാരാണ് ഉള്ളത്. ബാലേന്ദ്രൻ തമാശ രൂപേണയാണ് അത് പറയുന്നതെന്നുണ്ടെങ്കിലും അത് കേട്ട ഉടനെ നമ്മുടെ ബബിത പറയുന്നുണ്ട്, അയ്യോ ഞാനില്ലേ എന്ന് പറഞ്ഞ് ബബിത പോകുന്നുണ്ട് കേട്ടോ. ഇത് മഴത്തോരു മുംബൈ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോയിൽ കാണുന്ന ഇമേജസിലെ സിമിലർ ഡ്രസ്സസ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ നോക്കണേ. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്